ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു A1 ഇൻറ്റീരിയേഴ്സ്. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ സൂറപ്പേട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. UPVCയിൽ തന്നെ ഷീറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ടി വിക്കായിട്ട് ഒരു പ്രൊജക്ഷനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതിലും നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൂജാനത്തിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഗ്ലാസ് ആണ് വെച്ചിട്ടുള്ളത്. ഇത് രണ്ടും നമ്മുടെ ഷീറ്റാണ്. ഷീറ്റ് നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഫ്ലൂട്ടഡ് പാനൽ വെച്ചിട്ട് കട്ട്ലറി, പ്ലേറ്റ്സ്, പ്ലെയിൻ ബാസ്ക്കറ്റ്സ്, അതിനുശേഷം ഓയിൽ പുള്ള്, ഗ്ലാസ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റ് ആൻഡ് ഗ്രേ കളറിലാണ് നമ്മളിവിടെ ഇവർക്ക് ഇങ്ങനെ ഒരു ചേട്ടും ഒരു ലോക്കർ എന്ന് പറയുന്നത് ഒരു വാർഡ്രോപ്പിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവം അതും നമ്മൾ ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഈ ഗ്ലാസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. UPVCയിൽ ചെയ്താലുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇതിൽ ചിതൽ വരിക അല്ലെങ്കിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ വരിക, അതല്ലാതെ ഇത് ഫയർ പ്രൂഫ് കൂടിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും A1 ഇൻറ്റീരിയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. താഴെ നമ്മുടെ മാനേജേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും, അവരെ വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു A1 ഇൻറ്റീരിയേഴ്സ്. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ സൂറപ്പേട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ വീട്ടിലാണ് നമ്മളിന്ന് ഫുള്ളായിട്ടും വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ടും UPVCയിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒട്ടനവധി വർക്കുകൾ ഇവിടെ സൂപ്പറായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബെഡ്റൂംസ് ആയിക്കോട്ടെ, അതിൽ വാർഡ്രോബ്സ് വരുന്നതായിക്കോട്ടെ, TV യൂണിറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ സൂപ്പർബായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. മനോജ് സാറിൻ്റെ വീടാണ്. സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് UPVCയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ UPVCയെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ഇതൊരു സൂപ്പർ വീഡിയോ ആയിരിക്കും. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഗുണകരമായ ഒരു വീഡിയോ ആയിരിക്കും. വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഹോളിൽ നിന്ന് നമ്മൾ വരുമ്പോൾ തന്നെ ഒരു മനോഹരമായിട്ടുള്ള TV യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് UPVC മെറ്റീരിയലാണ്. UPVCയിലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഈ വീട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, മേലെ നമ്മളൊരു ബോക്സ് ചെയ്തിട്ട് അതിൽ ലൈറ്റ്സ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലും നമ്മൾ UPVCയിൽ തന്നെ ഷീറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് TVക്കായിട്ട് ഒരു പ്രൊജക്ഷനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതിലും നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോക്സ് കാണാം. UPVCയിലുള്ള പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും അതിനെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതൊരു ആകൃതിയാണെങ്കിലും അത് ചെയ്തെടുക്കാൻ പറ്റും. UPVCയിലുള്ള ഒരു ബെനിഫിറ്റ് അതാണ്. അതുമാത്രമല്ല, നമുക്കിതിൽ വാട്ടർ, അതായത് വെള്ളം ഒഴിക്കാനുള്ള പ്രശ്നം, ഇപ്പോൾ വുഡിലൊക്കെ ചെയ്യുന്ന പോലെ വെള്ളം ഒഴിക്കാനുള്ള പ്രശ്നമാവുക, അല്ലെങ്കിൽ ചിതൽ വരിക, അങ്ങനത്തെ ഒരു പ്രശ്നവും UPVCയെ സംബന്ധിച്ചിടത്തോളം വരില്ല. ഇതിലിപ്പോൾ നമ്മൾ താഴെ നോബ് സെറ്റ് ചെയ്തിട്ട് 2 ഡോറാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് ഒരു വുഡൻ, പിന്നെ ഒരു ഗ്രേ, വൈറ്റ് ഗ്രേ വുഡൻ കളർ, ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പൂജാ യൂണിറ്റും നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൂജാ യൂണിറ്റിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഗ്ലാസ് ആണ് വെച്ചിട്ടുള്ളത്. ഗ്ലാസ്സിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബെല്ലായിക്കോട്ടെ. സോ ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഉള്ളിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ 2 ഷെൽഫ്, പിന്നെ അവർക്ക് പൂജ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു സ്പേസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ UPVCയിൽ മാത്രം വർക്ക് ചെയ്ത ഒരു വീടാണ്. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു ഡ്രോ, അതിനുശേഷം വീണ്ടും നമ്മൾ 2 ഡോർ കൊടുത്തിട്ട് ഒരു വലിയ സ്പേസ്, ഒരുപാട് തിങ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു വലിയ സ്പേസ്. അപ്പോൾ ഈ ഏരിയ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഹാളിൽ നിന്ന് നമ്മൾ എൻ്റർ ആകുമ്പോൾ തന്നെ ഈ ഏരിയ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും ഒരു TV യൂണിറ്റും ഒരു പൂജാ യൂണിറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ചേർന്ന് തന്നെ ഈ കോർണർ സൈഡ് നോക്കുകയാണെങ്കിൽ, റൈറ്റ് സൈഡ് കോർണർ സൈഡ് നോക്കുകയാണെങ്കിൽ, ഫ്ലൂട്ടഡ് പാനൽ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ താഴെ തൊട്ടിട്ട് മേലെ വരെ ഫ്ലൂട്ടഡ് പാനൽ ഇട്ടിട്ട് ഈ കോർണർ തന്നെ ബ്യൂട്ടിഫുൾ ആക്കി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഈ കോർണർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ നമ്മുടെ ഷീറ്റാണ് ഇവിടെ. ഇത് രണ്ടും നമ്മുടെ ഷീറ്റാണ്. ഷീറ്റ് നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഫ്ലൂട്ടഡ് പാനൽ വെച്ചിട്ട് ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ നമുക്ക് 2 ചെയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും ഏരിയ നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഇത് കഴിഞ്ഞ് ഈ കോർണറിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് കിച്ചണിലോട്ടാണ്. കിച്ചണിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മേലെ നോക്കിക്കഴിഞ്ഞാൽ U ടൈപ്പിൽ നമ്മൾ ലോഫ്റ്റ് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ടും ലോഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഗ്രേ കളറാണ് നമ്മളിവിടെ അവർക്ക് UPVCയിൽ നമ്മളവിടെ
ചെയ്ത് കൊടുത്തിട്ടുള്ളത്. താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൽ ടൈപ്പിലുള്ള ഒരു കിച്ചണാണിത്. എൽ ടൈപ്പിൽ നമ്മളൊരു കിച്ചൺ വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഒരുപാട് ട്രോളീസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ കട്ട്ലറി, പ്ലേറ്റ്സ്, പ്ലെയിൻ ബാസ്ക്കറ്റ്സ്, അതിനുശേഷം ഓയിൽ പുള്ള്, ഇങ്ങനെ ഒരുപാട് ട്രോളീസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഏരിയ നോക്കുകയാണെങ്കിൽ വെന്റിലേഷൻ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി കോർണർ സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സിലിണ്ടർ ഉണ്ട്. സോ സിലിണ്ടർ നമുക്ക് എടുക്കണമെങ്കിൽ ഈ ഒരു ഡോർ മാത്രം പറ്റില്ല. സോ അതുകൊണ്ട് നമ്മളിവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫോൾഡിങ് ഡോറാണ്. അതുകൊണ്ട് നമുക്ക് സിലിണ്ടറൊക്കെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കിച്ചൺ ഞാൻ വീണ്ടും പറയുന്നത് ഇത് ഫുൾ ആൻഡ് ഫുൾ UPVC മാത്രം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഇതിൻ്റെ മേലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ആണ് നമ്മളിവിടെ. ഇത് കസ്റ്റമർ നമ്മളോട് പ്രത്യേകമായിട്ട് പറഞ്ഞാണ് ഗ്ലാസ് എനിക്ക് വേണം, വാൾ ബോക്സിൽ ഗ്ലാസ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ തന്നെയായിട്ട് ഒരു സ്പൈസ് റാക്കും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ തിങ്സൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു സ്പൈസ് റാക്കും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. UPVC ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിതൽ, അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫാണ്, അതിലുപരി ഇത് ഫയർ പ്രൂഫും കൂടിയാണ്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കിച്ചണിൽ UPVC വർക്ക് എന്തായാലും ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം. അതിൽ തോന്നുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ടോൾ യൂണിറ്റാണ് വർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് പുറമെ നമ്മൾ വാൾ ബോക്സിൽ കണ്ടതുപോലെ തന്നെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം ചെയ്തിട്ട് അതിനകത്ത് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ടോൾ യൂണിറ്റ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ഷെൽഫാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ കുറച്ച് വലിയ പാത്രങ്ങളും മറ്റും ഒക്കെ വെക്കാനായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. അതിന് താഴെയും അതുപോലെ തന്നെ ഷെൽഫൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ അതുപോലെ നമുക്ക് വലിയ കുറച്ച് തിങ്സൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം വൈറ്റ് ആൻഡ് ഗ്രേ പ്ലസ് ബ്ലാക്ക് ഹാൻഡിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ലോഫ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലോഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ലോഫ്റ്റായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. നമ്മൾ തന്നെ ഇത് ചെയ്താണ്. ഇതെല്ലാം ഈ ഷീറ്റ്, അതായത് നമ്മൾ തന്നെ ബേസ് ഇട്ടിട്ട് നമ്മൾ തന്നെ ഷീറ്റ് ചെയ്ത് അതിലൊരു പാർട്ടിഷൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഈ ലോഫ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ധൈര്യമായിട്ട് UPVC ചെയ്യാം. കാരണം ഇതുപോലെ ലോഫ്റ്റ് കൊടുക്കണമെങ്കിൽ അത് അത്രയും സ്ട്രോങ് ആയിരിക്കണം. അത്രയും ഭാരമുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ അത് വെയിറ്റ് താങ്ങണം. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയൊക്കെ ചെയ്യാം. സോ നമ്മളിപ്പോൾ കിച്ചൺ കണ്ടു, TV യൂണിറ്റും കണ്ടു, പൂജ യൂണിറ്റും കണ്ടു. നെക്സ്റ്റ് നമുക്ക് റൂമിലോട്ട് പോകാം വരും. പറഞ്ഞതുപോലെ നമ്മളിനി കാണാൻ പോകുന്നത് ഈ വീട്ടിലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമാണ്. സോ കാണാം, ഫുൾ സ്പേസും യൂസ് ചെയ്തിട്ട് നമ്മൾ UPVC വർക്ക് ചെയ്തെടുത്ത ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളറിലാണ് നമ്മളിവിടെ ഇവർക്ക് ഇങ്ങനെയൊരു മാസ്റ്റർ ബെഡ്റൂമിൽ ഇങ്ങനെയൊരു വാർഡ്രോബും ലോഫ്റ്റും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ഗ്രേയിൽ നമ്മൾ ബ്ലാക്ക് ഹാൻഡിലാണ് ഇവർക്ക് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഓപ്പൺ സ്പേസിൽ ജസ്റ്റ് 2 ഷെൽഫ് വേണമെന്ന് പ്രത്യേകമായിട്ടും കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മളതിനെ 2 ഷെൽഫ് മാത്രം ആക്കി ഒതുക്കാതെ ഉള്ളിൽ ഫ്ലൂട്ടഡ് പാനലൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇതിനൊരു ഓപ്പൺ റാക്ക് സെറ്റപ്പ് ആക്കി നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എടുക്കാനും പിടിക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കാൻ പറ്റും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു ഡ്രോ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തു. അതിൽ നോബാണ് നമ്മൾ ഇവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. സോ ഒരു ഓപ്പൺ റാക്ക്, ഒരു ഓപ്പൺ ഷെൽഫ്, അങ്ങനെ അതിന് തൊട്ട് തന്നെ ആയിട്ട് നമ്മളൊരു ഡ്രസ്സിങ് യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിറർ പ്ലേസ് ചെയ്തിട്ട് അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഷെൽഫ് നമ്മൾ ഇതുപോലെ പാർട്ടീഷൻ ചെയ്ത് ഷെൽഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ തിങ്സൊക്കെ വെക്കാനായിട്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ടും വെക്കാൻ പോകുന്നത് കോസ്മെറ്റിക്സ് പോലത്തെ ഐറ്റംസൊക്കെ ആയിരിക്കും, ഈ സ്പ്രേയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കാനായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ ഡോറിൽ മിറർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഡ്രോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇതിലും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആകുമ്പോൾ എന്തായാലും ഒരു ഡ്രോ അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഡ്രോ നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിന് താഴെ ജസ്റ്റ് ഒരു ഓപ്പണായിട്ട് ഒരു ഡോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം കൂടുതൽ തിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് താഴെയും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വാർഡ്രോബ് കാണാം. അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പാർട്ടീഷൻ ചെയ്തിട്ട് നമ്മളൊരു ഷെൽഫ് ഇട്ട് കൊടുത്തിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഇവിടെ ഹാങ്ങിങ് സെക്ഷൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ പാർട്ടീഷൻ ചെയ്തിട്ട് അതുപോലെ തന്നെ ഡ്രസ്സ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള തട്ടുകൾ നമ്മൾ താഴെയും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വാർഡ്രോബിന് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ഒരു ലോക്കറാണ്. സോ ആ ലോക്കറും നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ലോക്കർ എന്ന് പറയുന്നത് ഒരു വാർഡ്രോബിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവം. അതും നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, വൈറ്റിൽ ബ്ലാക്ക് ഹാൻഡിൽ വെച്ചിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തുമായിട്ടും അതേപോലെ ഇപ്പുറത്തായിട്ട് അതേപോലെ നമ്മൾ സെയിം നിങ്ങളിവിടെ കണ്ട അതേപോലെ തന്നെയാണ് ഹാങ്ങിങ് സെക്ഷൻ, ഒരു ലോക്കർ സിസ്റ്റം ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമ്മളിത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതിവിടെ ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു കോർണർ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ബോക്സ് തനിച്ച് കൊടുത്തത് കാരണം ഒരു കോർണർ ഏരിയയ്ക്ക് വേണ്ടി നമ്മളിതിനെ ക്ലോസ് ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് ഒരു ബോക്സ് ടൈപ്പ് പോലെ, ഒരു കോർണർ ബോക്സ് ടൈപ്പ് പോലെ വരാൻ പാകം നമ്മളത് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾ ഉള്ളിൽ ഒരു ചെറിയ പാർട്ടീഷൻ, ഒരു തട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഏരിയ ചുമ്മാ കാലിയായി കിടക്കുമ്പോൾ ഒരു കാണാൻ ഭംഗി കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ ബോക്സിന് പറ്റിയ അളവിൽ നമ്മൾ അതിൻ്റെ ടോപ്പ് വരെ ഒരു ഫ്ലൂട്ടഡ് പാനൽ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ വളരെ ലുക്ക്, അതായത് നീറ്റായിട്ടുള്ള ഒരു പാറ്റേണിലാണ് നമ്മളതവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് UPVCയിൽ നമ്മൾ വർക്ക് ചെയ്തെടുത്ത ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. നിങ്ങൾ UPVCയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചിതൽ വരാനോ അല്ലെങ്കിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കാരണവശാൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം വരാനോ ഒരു ചാൻസും ഇല്ല. അതുമാത്രമല്ല ഇത് ഫയർ പ്രൂഫും കൂടിയാണ്. സോ നിങ്ങളിപ്പോൾ ഒരു ബെഡ്റൂം കണ്ടു, മാസ്റ്റർ ബെഡ്റൂം കണ്ടു. ഇനി ഇവിടെ വേറെ റൂമുകളുണ്ട്, നമുക്കത് കാണാം. നമ്മൾ ഇത്ര നേരം കണ്ടത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള TV യൂണിറ്റ്, പൂജ യൂണിറ്റ്, അതുപോലെ തന്നെ കിച്ചൺ, അങ്ങനെ കുറച്ചധികം, അതായത് ബെഡ്റൂമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു TV യൂണിറ്റ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇവർക്ക് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു TV യൂണിറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റും അതുപോലെ തന്നെ വുഡൻ കളറുമാണ് നമ്മളിവിടെ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡൻ കളറിലുള്ള ഒരു കോംബോ ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ ഹാൻഡിലാണ് നമ്മളിവിടെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ TV യൂണിറ്റിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ അവർക്ക് 2 ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും നമ്മൾ സെറ്റ് ബോക്സ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതിന് പിന്നിലായിട്ട് നമ്മൾ ഫ്ലൂട്ടഡ് പാനൽ കൊണ്ട് ഒരു ഗ്രാനൈറ്റ് ഫിനിഷ് വരുന്ന പോലെ ഒരു ഫ്ലൂട്ടഡ് പാനൽ കൊണ്ട് നമ്മൾ ഫുള്ളായിട്ടും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മേലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോക്സ് കൊടുത്തിട്ട് അതിൽ ചെറിയ ചെറിയ ലൈറ്റ്സാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പ്രൊജക്ഷൻ വരുന്ന ഏരിയയിലും അതുപോലെ ഗോൾഡനിൽ ലൈൻ വരുന്ന പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ കളർ കോംബോ ആണത്. കാരണം ഒരു വൈറ്റും അതുപോലെ തന്നെ വുഡൻ കളറും വരുമ്പോൾ ഒരു ലക്ഷറിയസ് ലുക്കാണ് നമുക്ക് വീട്ടിന് തരിക. സോ ഈ ലാസ്റ്റിലുള്ള ഈ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഫുള്ളായിട്ടും ഗ്ലാസ് കൊണ്ടാണ് നമ്മളിതിൻ്റെ ഷെൽഫൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഷോക്കേസ് പോലെയൊക്കെ നമുക്കിത് വെക്കാം. ഭംഗിയുള്ള വസ്തുക്കളൊക്കെ നമുക്ക് അതിനകത്ത് വെക്കാം. ഈ ഗ്ലാസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡോറ് ജസ്റ്റ് കൊടുത്തിട്ട് അതിനെ നമ്മൾ കവർ ചെയ്തിട്ട് ഒരുപാട് തിങ്സൊക്കെ വെക്കാൻ പറ്റിയ പോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള TV യൂണിറ്റാണ് ഹാളിൽ നിന്ന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ UPVC-യിൽ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. ഇനി ഈ TV ഇത് കഴിഞ്ഞ പാടെ നമ്മൾ ഈ റൂമിലേക്ക് എൻട്രൻസ് ആവണം. സോ ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. സോ ഫസ്റ്റ് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂം നിങ്ങൾ കണ്ടോളൂ. ഒരു സൂപ്പർബായിട്ടുള്ള ഒരു കളറാണ് നമുക്കിവിടെ. അത് വൈറ്റിൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ വൈറ്റിൽ ബ്ലാക്ക് ഹാൻഡിലാണ് നമ്മളിവിടെ അവർക്ക് ബ്ലാക്ക് ഹാൻഡിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഗോൾഡൻ ലൈനും കൂടി വരുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാർഡ്രോബ് കംപ്ലീറ്റ്ലി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. മേലെ കംപ്ലീറ്റ് ലോഫ്റ്റ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ അറിയാം. സോ ലോഫ്റ്റ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒറ്റ കളർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ ഹാൻഡിലും കൊടുത്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാർഡ്രോബ്. നമ്മളിവിടെ നിന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഇതൊരു ഡ്രസ്സിങ് ടേബിൾ പോലെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ട് അതിന് ചുറ്റും ഫ്ലൂട്ടഡ് എല്ലാം കൊടുത്ത് 2 ഷെൽഫാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ടായിട്ടൊരു മിറർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്തിട്ട് അതിന് താഴെ തന്നെ ഒരു ഡ്രോ, അതിന് താഴെ ഒരു ഡോർ, ഇങ്ങനെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. മിറർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. മിറർ ഡോർ ഓപ്പൺ ചെയ്തതിനാൽ അകത്ത് നമുക്ക് കോസ്മെറ്റിക്സ് ഒക്കെ വെക്കാൻ പറ്റിയ പാകത്തിൽ തട്ടുകളെല്ലാം തിരിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. UPVC-യിൽ ചെയ്താലുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇതിൽ ചിതൽ വരിക അല്ലെങ്കിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ വരിക, അതല്ലാതെ ഇത് ഫയർ പ്രൂഫ് കൂടിയാണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ UPVC-യിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലും നമ്മൾ ഒരു ഹാങ്ങിങ് സെക്ഷൻ കൊടുത്തിട്ട് ഇതിൽ ഓൾറെഡി 2 ഗ്രാനൈറ്റിൻ്റെ കല്ലുണ്ടായിരുന്നു. അതല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് പാർട്ടീഷനൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ഷീറ്റ് ഉപയോഗിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ലോക്കും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ അവർക്ക് UPVC ലോക്ക് കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ വാർഡ്രോബിൽ ലോക്ക് കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരുപാട് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു ഹാങ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഒരു ലോക്കർ സിസ്റ്റവും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഉള്ളിൽ സൂക്ഷിക്കാനായിട്ട് നമ്മളൊരു ലോക്കർ കൂടെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമ്മൾ തട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് വസ്ത്രങ്ങളെല്ലാം വയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്ത UPVC-യിൽ നമ്മൾ വർക്ക് ചെയ്ത ഒരു വാർഡ്രോബ് പ്ലസ് ലോഫ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതുപോലെ മനോഹരമായി ഇതുപോലെ ഗംഭീരമായ ഇൻറ്റീരിയർ വർക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും A1 ഇൻറ്റീരിയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. താഴെ നമ്മുടെ മാനേജേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും. അവരെ വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഓക്കെ, സോ ബൈ.